നമസ്കാരം. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ ഒറിജിനൽ വീട്ടിലും റെയ്ഡ് നടക്കുമ്പോൾ പരിസര പ്രദേശത്ത് നിരവധി സഖാക്കൾ ഓടിക്കൂടിയിരുന്നു. കണ്ണൂരിലായിരുന്നു ഈ നാടകം മനോഹരമായി അഭിനയിച്ചത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി രാകേഷും മുൻ ജില്ലാ സെക്രട്ടറിയും കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാവുമായ പി ജയരാജനുമൊക്കെ അവിടെ എത്തിയവരിൽ പെടും. അവർ ആവേശത്തോടെ വിളിക്കുന്ന മുദ്രാവാക്യം, യന്ത്രത്തോക്കുകളെ ഭയന്ന് ഗേറ്റിൽ നിന്ന് അല്പം മാറി നിന്നാണ് വിളിക്കുന്നതെങ്കിലും അവർ വിളിക്കുന്ന മുദ്രാവാക്യം ഒന്ന് സൂക്ഷിച്ച് കേൾക്കേണ്ടത് തന്നെയാണ്. കേട്ടിട്ടില്ലാത്തവർ കേൾക്കുക. ഈ മുദ്രാവാക്യത്തിൽ വലിയ ചില അപകടം ഒളിച്ചിരിപ്പുണ്ട്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി റെയ്ഡ് നടക്കുന്നു. കോടതിയുടെ അനുമതിയോടെയാണ് റെയ്ഡ്. അങ്ങനെ റെയ്ഡിനെത്തിയപ്പോൾ കേരള പോലീസിന് വിശ്വാസമില്ലാത്തതുകൊണ്ട്, അതായത് പിണറായിയുടെ പോലീസ് അല്ല, സതീശന്റെ പോലീസാണ്, എങ്കിലും വിശ്വാസമില്ലാത്തത് കൊണ്ട് കേന്ദ്രസേനയെ കൊണ്ടുവരുന്നു. കേന്ദ്രസേനയുടെ കാവലിൽ അകത്ത് റെയ്ഡ് നടക്കുന്നു. അപ്പോൾ പറയും, ഇ.ഡി. തെണ്ടികളെ, പട്ടികളെ ഇറങ്ങി വാടാ, കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാം? ഇറങ്ങി വന്നാൽ മുട്ടുകാൽ ഒടിച്ചു തരാം. ഒരു പ്രശ്നമുണ്ട്. ഈ മുദ്രാവാക്യം വിളിച്ച സഖാക്കൾ ഇ.ഡി. വരുന്നതിന് മുമ്പ് സ്ഥലം വിട്ടാൽ നാണക്കേടാണ്. തങ്ങളുടെ നേതാവിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ രാവും പകലും ഉറക്കളച്ചിരുന്ന് ഇ.ഡിയെ കാത്തിരിക്കേണ്ടവരാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇറങ്ങി വരുമ്പോൾ അവർ മുട്ടുകാലിൽ വെട്ടുമോ എന്ന് കണ്ടറിയാം. അതിനുള്ള ധൈര്യം എന്തായാലും സഖാക്കൾക്കില്ല. അവരുടെ ധൈര്യം വാക്കിൽ മാത്രം ഒതുങ്ങുന്നു. കാരണം യന്ത്രത്തോക്കുകളെ അവർക്ക് ഭയമാണ്. അവർ കണ്ടിട്ടുള്ളത് വാരിക്കുന്തങ്ങൾ മാത്രമാണ്, പിന്നെ കുറെ വെട്ടുകത്തിയും. ഇവിടെ വെറും തോക്കല്ല, യന്ത്രത്തോക്കുമായി കേന്ദ്ര പോലീസ് എത്തുമ്പോൾ അവർക്ക് ഒരു നേതാവിനും തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങിവാട ഇ.ഡി. കാല് വെട്ടും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇ.ഡി. വരില്ല എന്നും വന്നാൽ കാല് വെട്ടാതെ ഓടുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ മുദ്രാവാക്യത്തിന് പിന്നിലെ ഗൂഢാലോചന മറന്നു പോകരുത്. സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം, ഒരു കേസ് അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ വലിയ പണിയാകുമെന്ന്. കേസ് അന്വേഷണത്തോട് പ്രതി സഹകരിച്ചാൽ മാത്രം പോരാ, പ്രതിയുടെ ആരാധകരും സഹകരിക്കണം. ഇവിടെ ആരാധകർ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണി ഉയർത്തിയാൽ സ്വാഭാവികമായും കേസ് അന്വേഷണത്തിൽ അത് നിർണായകമാവും. പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഇല്ലെന്ന് തീർത്തു പറയാൻ പറ്റില്ല. പിണറായിയുടെ റോൾ കൃത്യമായി കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യാൻ കഴിയും. പിണറായിയെയോ മകളെയോ അല്ലെങ്കിൽ മരുമകനെയോ ഒക്കെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ജാമ്യം പോലും നിഷേധിക്കപ്പെടാവുന്ന സാഹചര്യത്തിനാണ് ഇത് രൂപം കൊടുക്കുന്നത്. കാരണം ഇ.ഡിക്ക് പറയാം, ഞങ്ങൾ ജീവൻ പണയപ്പെടുത്തിയാണ്, യന്ത്രത്തോക്കുകളുടെ സഹായത്താലാണ് റെയ്ഡ് നടത്തിയത്. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ ആൾക്കൂട്ടം കൂടി. ഇവർ മുദ്രാവാക്യം വിളിച്ചത് ഞങ്ങളുടെ കാല് വെട്ടുമെന്നാണ്. ഈ മുദ്രാവാക്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് കോടതിയിൽ സമർപ്പിച്ചാൽ ഇതിൻ്റെ പേരിൽ അറസ്റ്റിലാവുന്നത് പിണറായിയോ പിണറായിയുടെ ഭാര്യയോ മകളോ ആരും ആവട്ടെ, അവർക്ക് ജാമ്യം പോലും കിട്ടിയെന്ന് വരില്ല. ഒരുപക്ഷെ ഈ മുദ്രാവാക്യം വിളിച്ചവരുടെ പിന്നിൽ പ്രവർത്തിച്ചവർ ചിന്തിച്ചതും അതുതന്നെയാവാം. പിണറായിയിൽ നിന്നും എങ്ങനെയെങ്കിലും CPM-നെ രക്ഷിച്ചെടുക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് സംസ്ഥാന കമ്മിറ്റി മുതൽ ഇങ്ങ് താഴത്തെ ബ്രാഞ്ച് കമ്മിറ്റി വരെ പിണറായി വിചാരണ ചെയ്യപ്പെടുന്നു. ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ചർച്ച നടന്നപ്പോൾ തന്നെ താഴേക്ക് ചർച്ച നടത്തണോ എന്ന പേടി പാർട്ടിക്കുണ്ട്. അത്രമാത്രം രൂക്ഷമായ ഭാഷയിലാണ് പിണറായിക്കെതിരെ പ്രവർത്തകർ പ്രതികരിക്കുന്നത്. പിണറായി ഇറങ്ങിപ്പോയാൽ മാത്രമേ പാർട്ടി ക്ലച്ച് പിടിക്കൂ എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. പാർട്ടിയെ ഈ പരുവത്തിലാക്കിയത് കളങ്കിത കച്ചവടക്കാരുടെയും കളങ്കിത സമുദായ നേതാക്കളുടെയും തോളിൽ കൈയിട്ട് അവിഹിതമായ സ്വത്ത് സമ്പാദിച്ച് ഈ പരുവത്തിൽ പാർട്ടിയാക്കിയത് പിണറായിയാണ്. അതുകൊണ്ട് പിണറായി ഇറങ്ങിപ്പോയാലേ പാർട്ടി ശരിയാവുമെന്ന് വിശ്വസിക്കുന്നവരാണ് 90% പാർട്ടി പ്രവർത്തകരും. അവരെ പിന്തുണയ്ക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. രണ്ടാം നിര നേതാക്കൾ, അത് എം സ്വരാജ് ആവട്ടെ, പി രാജീവ് ആവട്ടെ, എം പി രാജേഷ് ആവട്ടെ, കെ.എൻ. ബാലഗോപാൽ ആവട്ടെ, രണ്ടാം നിര നേതാക്കൾ മുമ്പോട്ട് വരണം എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ അങ്ങനെയല്ല, ശൈലജ ടീച്ചറിനെ മുമ്പിൽ നിർത്തണം എന്നാണ് ബഹുഭൂരിപക്ഷം പാർട്ടിക്കാരും പറയുന്നത്. ആ ഒരു അജണ്ട തന്നെ ആവാം ഇപ്പോൾ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ പാർട്ടി സഖാക്കൾ ഇ.ഡിയെ പ്രകോപിപ്പിക്കാനുള്ള കാരണമെന്നാണ് പാർട്ടിയിലെ തന്നെ ചില വൃത്തങ്ങൾ സൂചന നൽകുന്നത്. അവർ ആഗ്രഹിക്കുന്ന പിണറായി അറസ്റ്റ് ചെയ്യപ്പെടണം, പിണറായിക്ക് ജാമ്യം പോലും കിട്ടരുത്. അങ്ങനെ പിണറായി ധർമ്മടത്തെ MLA സ്ഥാനം രാജിവെക്കണം, അവിടെ ശൈലജ ടീച്ചറിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണം. അങ്ങനെ ശൈലജ ടീച്ചറിനെ കേരളത്തിന്റെ മുഖമാക്കി പ്രതിപക്ഷ നേതാവാക്കി സഭയിൽ കൊണ്ടുവന്നാൽ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയുള്ളവർ തന്നെയാണ് ഈ പണിക്കിറങ്ങുന്നത്. എങ്ങനെയെങ്കിലും ഇ.ഡി. പിണറായി വിജയനെ പൊക്കിക്കൊണ്ടുപോയി തീഹാർ ജയിലിൽ അടച്ചിരുന്നെങ്കിൽ CPM രക്ഷപ്പെട്ടു. ഇ.ഡിക്കെതിരെ കോൺഗ്രസിനെതിരെ എന്ത് കള്ളക്കഥ വേണമെങ്കിലും പറഞ്ഞ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വികാരമുണ്ടാക്കാം. പിണറായി അകത്ത് കിടക്കുകയും ചെയ്യും.
ആ ശല്യം ഒഴിഞ്ഞു പോവുകയും ചെയ്യും, പാർട്ടിക്ക് പുതിയ നേതൃത്വം കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു മുദ്രാവാക്യവുമായി അവർ രംഗത്തിറങ്ങുമോ? ഹാരിസ് അറബി റെയ്ഡിന് മുമ്പ് എഴുതിയ കുറിപ്പ് ശ്രദ്ധേയമാണ്. കടുത്ത CPM ഭക്തനായ സുഹൃത്ത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിൻ്റെ രോഷം അന്നു മുതൽ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പിണറായി വിജയനോടുള്ള എതിർപ്പ് അത്ര പ്രകടമല്ല. ഇന്നലെ പുള്ളി പറഞ്ഞ പ്രധാന വിമർശനം മറ്റൊന്നാണ്. പിണറായി വിജയനെതിരെ പ്രതിപക്ഷം മൗനം പാലിക്കുന്നു. സത്യമാണ്, പിണറായി മുഖ്യമന്ത്രി അല്ലാതായ പിന്നെ ഞങ്ങൾക്ക് ആവേശമൊക്കെ പോയി. പിന്നെ ഞങ്ങൾക്ക് ആവേശം വരണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഞങ്ങൾക്കെതിരെ ആഞ്ഞടിക്കണം. അതുമില്ല. മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ അവരുടെ അഭിപ്രായം പറഞ്ഞു. പബ്ലിക്കായും സംഘടനയ്ക്കുള്ളിലും അതിനൊന്നും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുന്ന ഘട്ടത്തിൽ വാലും ചുരുട്ടി നടന്നവർ ഇപ്പോൾ പിണറായി പ്രതിപക്ഷ നേതാവായപ്പോഴും സ്വന്തം അഭിപ്രായം പുറത്തു പറയാൻ പേടിച്ച് അതിന് കോൺഗ്രസ്സുകാരെ തപ്പുന്നത് എത്രമാത്രം മോശമാണ്. ഒരൊറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞങ്ങൾക്ക് വലിയ എതിർപ്പുകളുണ്ട്. ഓരോന്നും ഞങ്ങൾ നിയമത്തിന് വഴിയിലൂടെ തന്നെ നേരിടും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഇപ്പോൾ ഞങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നു, അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഇതുവരെ എതിർക്കാനുള്ള ഒരു റീസണും ഞങ്ങൾക്കില്ല. കമ്മികൾക്ക് അദ്ദേഹത്തെ എതിർക്കണമെങ്കിൽ സ്വന്തം ചെലവിൽ ചെയ്യുക. ഇതൊരു പൊതുവികാരമാണ്, CPM സഖാക്കൾക്കിടയിലുള്ള പൊതുവികാരം. എങ്ങനെയെങ്കിലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുനിന്ന് മാറണം. എങ്കിൽ മാത്രമേ പാർട്ടി കിളിച്ചു പിടിക്കൂ. അല്ലെങ്കിൽ തൻ്റെ കേസ് ഒതുക്കി തീർക്കുന്നതിൽ മാത്രമായിരിക്കും പിണറായിയുടെ ശ്രദ്ധ. എല്ലാ ആഡംബര സൗകര്യങ്ങളോടും മരിക്കുന്നവർ ജീവിക്കാനായിരിക്കും പിണറായി ആഗ്രഹിക്കുന്നത്. ഇനി അഥവാ അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി ജീവിച്ചിരുന്നാൽ വീണ്ടും അദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കും. പാർട്ടിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് പാർട്ടി സഖാക്കൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ EDക്കെതിരെ മുദ്രാവാക്യമുയർത്തി അവരെ പ്രകോപിപ്പിച്ച് സംഗതി വഷളാക്കാൻ സഖാക്കൾ മത്സരിച്ച് രംഗത്തുള്ളത്.